നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകാൻ കഴിയുന്ന കേന്ദ്രമായി ബേപ്പൂർ ഫിഷറി സ്റ്റേഷൻ മാറട്ടെ എന്ന് മന്ത്രി സജി ചെറിയാൻ. ലാഭനഷ്ട കണക്കുകളുടെ കള്ളികളിൽ അടച്ചുപൂട്ടേണ്ടതല്ല കുട്ടികളുടെ വിദ്യാഭ്യാസ അവസരങ്ങളെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇറച്ചിക്കോഴി വിൽപ്പന രംഗത്തെ തമിഴ്നാട് ലോബിയുടെ ഇടപെടൽ നിയന്ത്രിക്കണമെന്ന് കേരള ചിക്കൻ ഡീലേഴ്സ് ആൻഡ് ചെറുകിട വ്യാപാരി സംഘടന. കുട്ടികളിലെ ക്യാൻസർ രോഗബാധിതർക്ക് പ്രതീക്ഷ നൽകുന്ന വേൾഡ് ഓഫ് സൂപ്പർ ഹീറോസ് കൂട്ടായ്മ കോഴിക്കോട് ആസ്റ്റർ മിംസിൽ. ചാർട്ടേഡ് അക്കൗണ്ടിംഗ് മേഖലയിൽ ഉപഭോക്താക്കൾക്ക് മൊബൈൽ ഡിജിറ്റൽ ആപ്പ് തയ്യാറാകുന്നു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബേപ്പൂർ ഫിഷറി സ്റ്റേഷൻ പുതിയ കെട്ടിടം മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകാൻ കഴിയുന്ന കേന്ദ്രമായി ബേപ്പൂർ ഫിഷറി സ്റ്റേഷൻ മാറട്ടെ എന്ന് മന്ത്രി ആശംസിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് സൗകര്യപ്രദമായും സമയബന്ധിതമായും സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി ബേപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫിഷറി സ്റ്റേഷനിൽ വകുപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ ഓഫീസുകളുടെയും സേവനം ലഭ്യമാകുന്ന വിധത്തിലാണ് പുതിയ കെട്ടിടം സജ്ജീകരിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ശിലാഫലകം മന്ത്രി മുഹമ്മദ് റിയാസ് അനാച്ഛാദനം ചെയ്തു. 3 നിലകളിലായുള്ള കെട്ടിടത്തിൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് വിംഗ്, റീജിയണൽ ഫിഷറീസ് കൺട്രോൾ റൂം, ട്രെയിനിംഗ് ഹാൾ എന്നിവ കൂടാതെ മത്സ്യഭവൻ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, മത്സ്യഫെഡ് പ്രൊജക്ട് എന്നിവയുടെ ഓഫീസുകളും പ്രവർത്തിക്കും. പുതിയ കെട്ടിടം മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു. കോഴിക്കോട് ജില്ലയുടെ തീരക്കടൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മത്സ്യബന്ധന യാനങ്ങളുടെ രജിസ്ട്രേഷനും ലൈസൻസും നൽകുക, സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിയമപരമല്ലാത്ത മത്സ്യബന്ധന രീതികളെ തടയുക, മറ്റു നിയന്ത്രണങ്ങൾ എന്നിവയിലൂടെ സമുദ്ര മത്സ്യസമ്പത്തിന്റെ സംരക്ഷണം എന്നിവ ഫലപ്രദമായി നടപ്പാക്കുന്നതിനും ആയതിലൂടെ റവന്യൂ വരുമാനത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്നതിനും ഈ ഫിഷറി സ്റ്റേഷൻ സുപ്രധാനമായ പങ്കാണ് നിർവഹിച്ചു വരുന്നത്. കോഴിക്കോട് ജില്ലയുടെ വടക്ക് അഴിയൂർ മുതൽ തെക്ക് ചാലിയം വരെയുള്ള തീരക്കടലിൽ സംഭവിക്കുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങളിലും അപകടങ്ങളിലും ഒരു രക്ഷാകേന്ദ്രമായി പ്രവർത്തിക്കുന്നതും ബേപ്പൂർ ഫിഷറി സ്റ്റേഷനാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ T ജയദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് PK രഞ്ജിനി, ഉത്തരമേഖല ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ BK സുധീർ കിഷൻ, ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ PS ശിവപ്രസാദ്, വാർഡ് കൗൺസിലർമാർ, മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ലാഭനഷ്ട കണക്കുകളുടെ കള്ളികളിൽ അടച്ചുപൂട്ടേണ്ടതല്ല കുട്ടികളുടെ വിദ്യാഭ്യാസ അവസരങ്ങളെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോടമ്പുഴ കരിങ്കല്ലായി GMLP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവിട്ട് കോടമ്പുഴ കരിങ്കല്ലായി GMLP സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടം സമർപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് സ്കൂളിന്റെ 98ാം വാർഷികവും ആഘോഷിച്ചു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. നാട്ടിലെ ഏറ്റവും വലിയ നിക്ഷേപം വിദ്യാഭ്യാസം ആർജിച്ച തലമുറയാണെന്നും അത്തരമൊരു തലമുറയ്ക്ക് മാത്രമേ നാടിനെ നന്മയിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പുതിയ തലമുറയ്ക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഇതിൽ പരമപ്രധാനം. കുട്ടികൾക്ക് എങ്ങനെയൊക്കെ നല്ല വിദ്യാഭ്യാസം നൽകാനാവുന്നു അതിനൊക്കെ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ നിക്ഷേപം വിദ്യാഭ്യാസം ആർജിച്ച തലമുറയാണ്. അത്തരമൊരു തലമുറയ്ക്ക് മാത്രമേ നാടിനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി സാധിക്കൂ. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനം
ലക്ഷ്യത്തോടു കൂടി സംഘടിപ്പിക്കുന്നത്. ലാഭനഷ്ട കണക്കുകളുടെ കള്ളികളിൽ അടച്ചു പൂട്ടേണ്ടവരല്ല നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ അവസരങ്ങൾ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ ബുഷറ റഫീഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സഫ റഫീഖ്, PT നദീറ, കൗൺസിലർമാരായ K ഹസീന, PK സജിന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇറച്ചിക്കോഴി വിൽപ്പന രംഗത്തെ തമിഴ്നാട് ലോബിയുടെ അന്യായമായ ഇടപെടൽ നിയന്ത്രിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള ചിക്കൻ ഡീലേഴ്സ് ആൻഡ് ചെറുകിട വ്യാപാരി സംഘടന. തമിഴ്നാട്ടിലെ കുത്തക കമ്പനികൾ കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുന്നതാണ് കോഴിയിറച്ചിക്ക് അമിതമായി വില കൂടാൻ കാരണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇത് കോഴിക്കോട് ജില്ലയിലെ മീറ്റാണ് വിൽപ്പന നടത്തുന്നത്. മറ്റുള്ള ജില്ലകളിലൊക്കെ ലൈവ് ചിക്കനാണ്. ഈ ലൈവ് ചിക്കൻ 165 രൂപക്കാണ് വിൽപ്പന നടത്തുന്നത്. അത് ഇവിടുത്തെ മീറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കാൻ 260 രൂപ റേറ്റ് വരും മീറ്റിന്. ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ് 70 രൂപ വരും. 70ഉം 80 രൂപ പ്ലസ് 10 രൂപ ട്രാൻസ്പോർട്ടിങ് 80, 120 രൂപ ഇറച്ചിക്ക് മുതലേ വരുന്ന സാധനമാണ്. 260 രൂപ ഈടാണ്. ഇത് കൊറോണ സമയങ്ങളിൽ ഇവിടുത്തെ ജില്ലാ കളക്ടറാണ് ഇത് റേറ്റ് നിശ്ചയിച്ചത്. ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഈ റേറ്റ് അമിതമായിട്ട് റേറ്റ് ഈടാക്കുന്നത് ഇടപെടണമെന്നാണ് സംഘടനയുടെ തീരുമാനം. 180 രൂപയ്ക്ക് ഇറച്ചി മുകളിലേക്ക് വരാൻ പാടില്ല. ഈ സാധനം നിത്യോപയോഗ സാധനം ആയിട്ട് മാറിയ ഒരു വിഭവമാണ് കോഴി ഇറച്ചി. ഈ കോഴിക്കോട് ജില്ലയിലെ 4000 അടിസ്ഥാന ടോട്ടൽ 60,000 ചെറുകിട കച്ചവടം വലിയ പ്രയാസത്തിലാണ്. അവര് ഒന്ന് ജനങ്ങളെ ചീത്ത കേൾക്കാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാധ്യമാകുന്നത്ര പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 100ാമതായി പൂർത്തീകരിച്ച ചെട്ടിക്കടവ് പാലത്തിന്റെയും കല്ലേരി ചെട്ടിക്കടവ് റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചെട്ടിക്കടവ് പാലം നാടിന് സമർപ്പിച്ചു. പാലത്തിന്റെ സമർപ്പണം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഭരണാനുമതി ലഭിച്ച പാലങ്ങൾ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ടെൻഡർ ചെയ്ത് ലഭിക്കാനും അവ പ്രവൃത്തിയിലേക്ക് എത്തിക്കാനും വേഗത്തിലുള്ള പുതിയ സംവിധാനം ആരംഭിച്ചതോടെ വളരെ വേഗത്തിൽ 3 വർഷം തികയ്ക്കും മുൻപ് തന്നെ സംസ്ഥാനത്ത് 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ പൂർത്തീകരിക്കപ്പെട്ട 100ാമത്തെ പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് കൂടെ നിന്ന എല്ലാ നല്ല മനസ്സുകളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുന്നു. കുന്നമംഗലം നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ക്രിയാത്മകമായ വികസന നിർദ്ദേശങ്ങൾ ബഹുമാന്യനായ MLA മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് കൂടെയുണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ PT റഹീം MLA അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK രമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ അബ്ദുൾ ഗഫൂർ, പെരുവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രൊവിഡൻസ് വിമൻസ് കോളേജിൽ നേതാക്കളുടെ ഗ്യാലറി ഒരുക്കി.
ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളാണ് ഗാലറിയിൽ സജ്ജീകരിച്ചത്. 80ഓളം പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചു. ചരിത്രാധ്യാപകൻ MC വസിഷ്ഠാണ് പ്രദർശനത്തിനു പിന്നിൽ. പ്രൊവിഡൻസ് വിമൻസ് കോളേജ് ചരിത്ര വിഭാഗവും രാഷ്ട്രതന്ത്ര ഇന്റർനാഷണൽ റിലേഷൻ വിഭാഗവും ചേർന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. നേതാക്കളുടെ ഗ്യാലറി എന്ന പേരിട്ട പ്രദർശനത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ KK ശൈലജ വരെയുള്ള ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചുള്ള 80ഓളം ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്തി. മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മുൻ മേധാവി പ്രൊഫസർ MC വസിഷ്ഠാണ് പ്രദർശനമൊരുക്കിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ നേതാക്കൾക്ക് വലിയ പങ്കുണ്ട്. നേതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ് നേതാക്കളുടെ ഗാലറി എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ അപൂർവ പുസ്തക പ്രദർശനം. സാഹിത്യ നഗരമായ കോഴിക്കോട്ടെ രാഷ്ട്രീയ സാഹിത്യ ഗ്രന്ഥങ്ങളുടെ പ്രദർശനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഷീബ AC അധ്യക്ഷയായിരുന്നു. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഫിറോസ് ഖാൻ, രാഷ്ട്രതന്ത്രം വിഭാഗം മേധാവി അമ്പിളി തോമസ്, ചരിത്ര വിഭാഗം വിദ്യാർത്ഥി റന്ന എന്നിവരും സംസാരിച്ചു. ഇന്ത്യയുടെ ശില്പികളെ അടുത്തറിയുമ്പോൾ മാത്രമേ ഇന്ത്യയെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകുന്നുള്ളൂ. അത്തരത്തിൽ ഇന്ത്യയുടെ ശില്പികളെ അടുത്തറിയാനുള്ള അവസരമാണ് നേതാസ് ഗാലറി എന്ന ഈ എക്സിബിഷൻ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യമായി ചാർട്ടേഡ് അക്കൗണ്ടിംഗ് മേഖലയിൽ ഉപഭോക്താക്കൾക്ക് മൊബൈൽ ഡിജിറ്റൽ ആപ്പ് തയ്യാറാക്കുന്നു. PAH എന്ന പേരിലുള്ള ആപ്പിന്റെ ലോഞ്ചിംഗ് റാവീസ് കടവ് റിസോർട്ടിൽ ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് നിർവഹിക്കും. ടാക്സ്, പ്രൊഫഷണൽ ഫീ എന്നിവ യഥാസമയം അടയ്ക്കുന്നതിനും ലീഗൽ ചാർട്ട് ഉൾപ്പെടെ സൂക്ഷിക്കും വിധം ഉപഭോക്താക്കൾക്ക് സമഗ്ര ലൈബ്രറിയാണ് ആപ്പ് ലക്ഷ്യമിടുന്നതെന്ന് സംരംഭകർ പറഞ്ഞു. PAH എന്ന പേരിലുള്ള ആപ്പിന്റെ ലോഞ്ചിംഗ് റാവീസ് കടവ് റിസോർട്ടിൽ ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് നിർവഹിക്കും. കമ്പനിയുടെ ഗ്ലോബൽ ലോഗോ അബ്ദുസമദ് സമദാനി MP പ്രകാശനം ചെയ്യും. സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ആപ്പ് സമീപ ഭാവിയിൽ ജനകീയമാക്കാനും ഉദ്ദേശമുണ്ടെന്ന് വാർത്താസമ്മേളനത്തിൽ PA ഹമീദ് ആൻഡ് അസോസിയേറ്റ്സ് മാനേജിംഗ് പാർട്ണർ റാസിഖ് അഹമ്മദ് പറഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇൻകം ടാക്സ് ആണെങ്കിലും GST ആണെങ്കിലും അത്രയും റെയ്ഡുകളും സെർച്ചുകളും നടക്കുന്നുണ്ട്. അതിൽ പല ആൾക്കാരും പെട്ടുപോകുന്നില്ല, അവർ ഇഗ്നോറന്റ് ആയിട്ടാണ്. അവർക്ക് ഇവിടുത്തെ നിയമങ്ങൾ അറിയില്ല, ഇവിടുത്തെ വ്യവസ്ഥകൾ അറിയില്ല. പിന്നെ നമ്മൾ പല NRIs ആണെങ്കിലും അവരിവിടെ നമ്മുടെ നാട്ടിൽ ലാൻഡ് വെക്കുന്നുണ്ടോ, അവർക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടോ, വാടക കിട്ടുന്നുണ്ടോ, അതാരും അറിയുന്നില്ല. അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഏതെങ്കിലും കാലത്ത് ഒരു എൻക്വയറി ഇതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസ് ഉണ്ടാകുമ്പോൾ അവർ 10 കൊല്ലം ഉണ്ടാക്കിയ അവരുടെ സമ്പത്ത് മുഴുവൻ അടുത്തൊരു കൊല്ലം പോയി കിട്ടണം. അത് ഒഴിവാക്കാനായിട്ടും ഇതോടൊപ്പം ഒരുങ്ങുന്ന ഡിജിറ്റൽ ജേണൽ PAH കണക്ട് Kയുടെ ലോഞ്ചിംഗ് കോയമ്പത്തൂർ അഡീഷണൽ കമ്മീഷണർ ഇൻകം ടാക്സ് ബെൻ മാത്യു വർക്കി IRS നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ CEO ഫഹീം അബ്ദുൾ മജീദ്, കൺസൾട്ടന്റ് റംസി ഷറഫു, പാർട്ണർ എബ്രഹാം കുര്യൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KC അബുവിന് മടവൂർ മുട്ടാഞ്ചേരിയിൽ സ്വീകരണമൊരുക്കി. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ സംസ്ഥാന ചെയർമാനായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സ്വീകരണ പരിപാടി KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ സംസ്ഥാന ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട KC അബുവിന് സ്വീകരണം നൽകി. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ആ ക്ഷണം സന്തോഷപൂർവ്വം സ്വീകരിച്ച് നിങ്ങളുടെ മുന്നിൽ വരേണ്ടിയിരുന്നത് ഒരുപക്ഷെ എൻ്റെ പിതാവ് സാക്ഷാൽ ആര്യാടൻ മുഹമ്മദാണ്. അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അബുക്കെ ഒന്ന് വിളിച്ചാൽ ആ ക്ഷണം അപ്പോൾ തന്നെ സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും. മടവൂർ മുട്ടാഞ്ചേരിയിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. വി സലാം, രാജേന്ദ്രൻ മാസ്റ്റർ, TC ഭരതൻ, M വിജയകുമാർ, ഇടക്കുനി അബ്ദുറഹ്മാൻ, P ശശീന്ദ്രൻ, സന്തോഷ്, AP സദാനന്ദൻ, TK പുരുഷോത്തമൻ, ബിന്ദു ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കക്കോടി MES കോളേജ് ഓഫ് ആർക്കിടെക്ചറിന്റെ ആഭിമുഖ്യത്തിൽ മെക്സ്പോ 24 പ്രദർശനം സംഘടിപ്പിക്കും. മാർച്ച് 5, 6, 7 തീയതികളിൽ MES വുമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് വിദ്യാർത്ഥികളുടെ പഠന മികവ് തെളിയിക്കുന്ന പ്രദർശനം നടക്കുക. COAയുടെ മിനിമം സ്റ്റാൻഡേർഡ്സ് ഓഫ് ആർക്കിടെക്ചറൽ എഡ്യൂക്കേഷൻ റെഗുലേഷൻ 2020 അത് പാലിച്ചാണ് VR കോഴ്സുകൾ ഓരോ കോളേജും നടത്തുന്നത്. ഇപ്രകാരത്തിൽ MES കോളേജ് ഓഫ് ആർക്കിടെക്ചർ കഴിഞ്ഞ 10 വർഷങ്ങളായി കക്കോടിയിൽ പ്രവർത്തിച്ചു വരുന്നു. ആർക്കിടെക്ചർ കോഴ്സിലെ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ പഠന മികവ് പൊതുസമൂഹത്തിനായി പ്രദർശിപ്പിക്കുന്നതിനായി മാർച്ച് 5, 6, 7 തീയതികളിൽ നടക്കാവ് MES ഫാത്തിമ ഗഫൂർ മെമ്മോറിയൽ വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മെക്സ്പോ 24 എന്ന പേരിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. കൂടാതെ BArch കോഴ്സിലെ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ എന്താണെന്നുള്ള ഒരു അവബോധം സൃഷ്ടിക്കാനായി പ്രസ്തുത ദിവസങ്ങളിൽ ഒരു ഓപ്പൺ ഹൗസും നടത്തുന്നുണ്ട്. ആർക്കിടെക്ചർ കോഴ്സിന്റെ പ്രവേശന പരീക്ഷയായ നാക്ടയെ കുറിച്ച് ഒരു അവബോധ ശില്പശാലയും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആർക്കിടെക്ചർ കോഴ്സിലെ വിദ്യാർത്ഥികളുടെ പഠന മികവ് പൊതുസമൂഹത്തിനായി പ്രദർശിപ്പിക്കുന്നതിനായി മാർച്ച് 5, 6, 7 തീയതികളിൽ നടക്കാവ് MES വുമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മെക്സ്പോ 24 എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. BArch കോഴ്സിലെ ആർക്കിടെക്ചർ സ്റ്റുഡിയോ എന്താണെന്നുള്ള അവബോധം സൃഷ്ടിക്കാനായി ഓപ്പൺ ഹൗസും സംഘടിപ്പിക്കും. ആർക്കിടെക്ചർ കോഴ്സിന്റെ പ്രവേശന പരീക്ഷയായ നാറ്റയെക്കുറിച്ച് അവബോധ ശില്പശാലയും സംഘടിപ്പിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുട്ടികളിൽ ക്യാൻസർ തിരിച്ചറിഞ്ഞതോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതി തളർന്നുപോയവർക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു ആസ്റ്റർ മിംസിലെ വേൾഡ് ഓഫ് സൂപ്പർ ഹീറോസ് കൂട്ടായ്മ. അന്താരാഷ്ട്ര കുട്ടികളിലെ ക്യാൻസർ അവബോധ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കൂട്ടായ്മയിൽ ക്യാൻസറിനോട് പൊരുതുന്ന കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. വേൾഡ് ഓഫ് സൂപ്പർ ഹീറോസ് എന്ന പേരിലാണ് ആസ്റ്റർ മിംസ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ 100-ലേറെ പേർ പങ്കെടുത്ത പരിപാടിയിൽ കുട്ടികൾ വിവിധ സൂപ്പർ ഹീറോകളുടെ വേഷത്തിൽ അണിനിരന്നു. കുട്ടികളിൽ ക്യാൻസർ തിരിച്ചറിഞ്ഞാൽ തളരുകയല്ല നേരിടുകയാണ് വേണ്ടതെന്നും ചെറിയ കുട്ടികളിലെ ക്യാൻസർ ചികിത്സ വളരെ ഫലപ്രദമാണെന്നും കുട്ടികളുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വിദഗ്ധൻ ഡോക്ടർ കേശവൻ MR പറഞ്ഞു. പരിപാടിയിൽ ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് കരീം കാരിശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. പക്ഷേ ഈ 25 വർഷക്കാലത്തിനിടയിൽ എനിക്ക് സന്തോഷിക്കാൻ അവസരങ്ങൾ വളരെ കുറവ് മാത്രമേ ഉണ്ടായി. കാരണം ഇത്തരം രോഗികളൊക്കെ ദാരുണമായ അന്ത്യം കാണേണ്ട ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതിയും അതുപോലെ തന്നെ ഈ ചില വൈദ്യരംഗത്തുള്ള ആളുകളുടെ അർപ്പണ മനോഭാവങ്ങളുണ്ട്. ഒരുപാട് രോഗികൾക്ക് ജീവൻ പകരാൻ സാധിക്കുന്നുവെന്നുള്ള ഒരു സന്തോഷമുണ്ട്. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ലുക്മാൻ P, ആസ്റ്റർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി തലവൻ ഡോക്ടർ KV ഗംഗാധരൻ, മുതിർന്നവരിലെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് വിദഗ്ധൻ ഡോക്ടർ സുദീപ് B, കുട്ടികളുടെ വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സുധാകൃഷ്ണനുണ്ണി, സീനിയർ ഓങ്കോളജിസ്റ്റുമാരായ ഡോക്ടർ ശ്രീലേഷ് KP, ഡോക്ടർ അരുൺ ചന്ദ്രശേഖരൻ, ഡോക്ടർ സതീഷ് പത്മനാഭൻ, ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജിസ്റ്റുമാരായ ഡോക്ടർ സജിത് ബാബു, ഡോക്ടർ മിഹിർ, സർജിക്കൽ ഓങ്കോളജിസ്റ്റുമാരായ ഡോക്ടർ സലീം VP, ഡോക്ടർ ഫഹീം അബ്ദുള്ള തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മങ്ങന്ത്ര ശ്രീ ഭഗവതികാവിലെ തിറ താലപ്പൊലി മഹോത്സവം ഭക്തിപൂർവ്വം കൊണ്ടാടി. പ്രത്യേക പൂജകളും തിറ, വെള്ളാട്ട് എന്നീ അനുഷ്ഠാന ക്ഷേത്ര കലകളും ആചാര തനിമയോടെ നടന്നു. മണ്ണൂർ സുകുമാരൻ ശാന്തി പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. നടുവട്ടം തോണിച്ചിറ മങ്ങന്തറ ശ്രീ ഭഗവതികാവിലെ തിറ താലപ്പൊലി മഹോത്സവം അതിവിപുലമായാണ് സംഘടിപ്പിച്ചത്. ഉത്സവദിനത്തിൽ പുലർച്ചെ 4:30 നട തുറന്ന് ഗണപതി ഹോമം നടത്തി. ഉച്ചപൂജയ്ക്ക് ശേഷം കലശവും കാവുണർത്തൽ ചടങ്ങും നടന്നു. കലശം വരവിന് ശേഷം ഭക്തർക്കായി പ്രസാദ ഊട്ട് നൽകി. വെള്ളാട്ടുകളും താലപ്പൊലിക്ക് ശേഷം തിറയാട്ടങ്ങളും അരങ്ങേറി. ഗുരുതിയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, പട്ടുചാർത്തൽ, ദീപസ്തംഭം തെളിയിക്കൽ, ചുറ്റുവിളക്ക് തുടങ്ങിയ പ്രത്യേക വഴിപാടുകൾ ഭക്തർ സമർപ്പിച്ചു.
ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ എം സുരേന്ദ്രൻ, എം സിദ്ധാർത്ഥൻ, എം ശ്രേയസ്, മാതൃസമിതി ഭാരവാഹികളായ പ്രജിത രാജാറാം, ഗീത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകാൻ കഴിയുന്ന കേന്ദ്രമായി ബേപ്പൂർ ഫിഷറി സ്റ്റേഷൻ മാറട്ടെ എന്ന് മന്ത്രി സജി ചെറിയാൻ. ലാഭനഷ്ട കണക്കുകളുടെ കള്ളികളിൽ അടച്ചുപൂട്ടേണ്ടതല്ല കുട്ടികളുടെ വിദ്യാഭ്യാസ അവസരങ്ങളെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇറച്ചിക്കോഴി വിൽപ്പന രംഗത്തെ തമിഴ്നാട് ലോബിയുടെ ഇടപെടൽ നിയന്ത്രിക്കണമെന്ന് കേരള ചിക്കൻ ഡീലേഴ്സ് ആൻഡ് ചെറുകിട വ്യാപാരി സംഘടന. കുട്ടികളിലെ ക്യാൻസർ രോഗബാധിതർക്ക് പ്രതീക്ഷ നൽകുന്ന വേൾഡ് ഓഫ് സൂപ്പർ ഹീറോസ് കൂട്ടായ്മ കോഴിക്കോട് ആസ്റ്റർ മിംസിൽ. ചാർട്ടേഡ് അക്കൗണ്ടിംഗ് മേഖലയിൽ ഉപഭോക്താക്കൾക്ക് മൊബൈൽ ഡിജിറ്റൽ ആപ്പ് തയ്യാറാകുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.